നമുക്ക് തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന വാർത്തയിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഒരു പുതിയ സ്റ്റൈലാണ്. ഭണ്ഡാരപ്പെട്ടികൾ തുറക്കുക, തുറന്നിട്ട് ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നുള്ള കാണിക്കയിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണമൊക്കെ അടിച്ചുകൊണ്ട് പോവുക. അയോധ്യയിലാണ് ഏറ്റവും കൂടുതൽ പണം അടിച്ചുകൊണ്ട് പോയത്. പിന്നെ നോക്കിയപ്പോൾ ബദ്രീനാഥ് എന്ന ക്ഷേത്രത്തിലും ഇതേപോലെ മോഷണം നടന്നിരിക്കുന്നു. ഇതിലൊക്കെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തി. വെങ്ങാനൂരാണ് സംഭവം. മുടിപ്പുരയിലെ കാണിക്കവഞ്ചിയാണ് കുത്തി തുറന്നത്. വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുനുഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനുഷ ഏലൂര്, ദൈവത്തിന്റെ ഭണ്ഡാരപ്പെട്ടിയിലെ പണം ദൈവത്തിനെതിരാണെന്ന് കരുതി ആരോ മുട്ടിച്ചുകൊണ്ട് പോയതാണോ? ഇതാരാണിത് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? കുറച്ച് പൈസ അതിനകത്ത് കിടപ്പുണ്ടോ? എന്താണ് സംഭവം? എല്ലാ പൈസ എടുത്തുകൊണ്ട് പോയില്ലേ? കുറച്ച് പൈസ എടുത്തുകൊണ്ട് പോയല്ലോ. സുനിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. തിരുവനന്തപുരം വെങ്ങാനൂരിലെ നീലകേശി മുടിപ്പുരയിലെ ഈ കാണിക്കവഞ്ചിയാണ് നിലവിൽ ഇപ്പോൾ മോഷണം പോയിട്ടുള്ളത്. ആരാണ് മോഷ്ടിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല. അതിനുള്ള അന്വേഷണമൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. കിഴക്കേനടയിലെ കാണിക്കവഞ്ചി തുറന്ന നിലയിൽ കണ്ടത് ഇന്ന് പുലർച്ചെ രാവിലെ ഈ മുടിപ്പുര തുറക്കാനായി എത്തിയവരാണ്. അപ്പോഴാണ് ഇത് മോഷണം പോയി എന്നുള്ള വിവരം പുറത്തേക്ക് അറിയുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി മോഷണം പോയതായിരിക്കാം എന്നുള്ളതാണ് സംശയമായി പറയുന്നത്. ഒപ്പം തന്നെ ഈ പണം, അതായത് മോഷ്ടിച്ച് കള്ളൻ കൊണ്ടുപോയ പണത്തിന്റെ ചില പണം ഇങ്ങനെ വഴികളിലെല്ലാം വീണ് കിടക്കുന്നത് കൂടി കാണാം. പോലീസ് ഇപ്പോൾ പറയുന്നത് മോഷ്ടിച്ചുകൊണ്ടിരിക്കെ ഈ കള്ളൻ ഏതെങ്കിലും ഒരു വാഹനം വരുന്നത് കണ്ട് പേടിച്ചോടിയതാകാം കാരണം എന്നുള്ളതാണ്. പൂർണ്ണമായും ആ പണം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എടുത്ത പണം കൊണ്ട് ഓടുന്നതിനിടയിൽ പണം വീണതായിരിക്കാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എത്ര പണമാണ് ഈ കാണിക്കവഞ്ചിയിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്നതടക്കമുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതാരാണ് ഇവിടെ മോഷ്ടിക്കാൻ എത്തിയത് എന്നുള്ളൊരു പരിശോധന തന്നെയാണ് നടത്തുന്നത്. ഏതായാലും ഉടനടി ഈ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ തിട്ടപ്പെടുത്തി എത്രയാണ് കാണിക്കവഞ്ചിയിൽ ഉണ്ടായിരുന്ന പണം എന്നതുകൂടി തിട്ടപ്പെടുത്തുന്നുണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തുകയായിരുന്നു കള്ളൻ എന്നുള്ളതാണ് അരുൺ. ഓക്കെ, സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്. അതാരാണ് കുത്തി തുറന്നുകൊണ്ട് പോയതെന്നറിയില്ല. അയാൾക്ക് ദൈവത്തിന് പൈസ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്കല്ലേ വിശപ്പ്, ഞാൻ എടുത്തുകൊണ്ട് പോകാം എന്ന് കരുതി കൊണ്ടുപോയതാണോ? അതല്ല അയാൾ സ്ഥിരം ഈ ഭണ്ഡാരപ്പെട്ടികൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന ആളുകളാണോ? അത് കുത്തിത്തുറന്ന് കള്ളന്മാരെയൊക്കെ വേഗം കിട്ടും. അയാൾ പട്ടിണി കൊണ്ട് അരി മേടിക്കാൻ ചെയ്തതായിരിക്കാം എന്ന് പറയുന്നു. വിഗ്രഹത്തിന് അടിച്ചു മാറ്റുന്നവരുള്ള നാട്ടിൽ ഈ ഭണ്ഡാരപ്പെട്ടി തുറന്ന് കുറച്ച് പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവരെ കുറിച്ച് വാർത്തകൾ ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാലും അത് മോഷണമല്ലേ? വിശ്വാസികൾ അമ്പലത്തിലേക്ക് ഇട്ടുകൊടുത്ത പൈസയല്ലേ?